ഒരുപാട് ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. മാവേലി സ്റ്റോറിൽ നിന്നും, അതായത് സപ്ലൈകോയിൽ നിന്നും നമുക്ക് കിട്ടുന്ന മല്ലി അതുപോലെ തന്നെ മുളക് അത്ര ക്വാളിറ്റി ഉള്ളത് അല്ല എന്നുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് നോക്കാം അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത്. ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം മാവേലി സ്റ്റോറിൽ നിന്ന് വാങ്ങിയ മുളകും അതുപോലെ തന്നെ മല്ലിയാണ് കേട്ടോ. നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം. പുറമേന്ന് നോക്കുന്ന സമയത്ത് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. മുളകിന് അത്യാവശ്യം നല്ല കളറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇത് പൊട്ടിച്ച് നോക്കിയാലേ ഉള്ളൂ ഉള്ളിൽ എന്തെങ്കിലും പൂപ്പലോ അഴുക്കുകളോ അങ്ങനെ വല്ലതും ഉണ്ടോയെന്ന് അറിയാൻ കഴിയുള്ളൂ. ഒരു പാക്കറ്റ് ഞാൻ പൊട്ടിച്ചിട്ടു. അങ്ങനെ നോക്കിയ സമയത്ത് വലിയ കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ പ്രത്യേകിച്ച് അഴുക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. മുളക് നന്നായിട്ട് ഉണക്കം വെച്ചതാണ്, നല്ല ഉണങ്ങിയ മുളകാണ്. പിന്നെ നല്ല കളറും ഉണ്ട് കേട്ടോ മുളകിന്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന സെയിം അതേപോലെ തന്നെ ഉണ്ട്, നല്ല കളറുണ്ട്. പിന്നെ എന്താ പറയുക, പൊട്ടിച്ചിടുന്ന സമയത്ത് തന്നെ കൈയൊക്കെ പുകയുന്നുണ്ട് കേട്ടോ. കാരണം എനിക്ക് തോന്നുന്നു മുളക് അത്യാവശ്യം എരിവുള്ള മുളകാണെന്ന് തോന്നുന്നുണ്ട്. അടുത്ത പാക്കറ്റ് നമ്മൾ പൊട്ടിച്ചിട്ടു, കുഴപ്പമില്ല കേട്ടോ, രണ്ടും സെയിം ആണ്. മുളക് നമുക്ക് സബ്സിഡി റേറ്റിലാണ് കേട്ടോ മാവേലി സ്റ്റോറിൽ നിന്ന് കിട്ടുന്നത്. നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന സെയിം റേറ്റ് വേണ്ട. ഇത് എനിക്ക് തോന്നുന്നു ഞാൻ 500-ന് 57 രൂപ അങ്ങനെ എന്തോ ആണ് കൊടുത്തത്. ഈ മാസത്തെ റേഷൻ കാർഡിന് നമുക്ക് 1 kg സബ്സിഡി അടക്കം കിട്ടിയിട്ടുണ്ട്. അതാണ് 2 പാക്കറ്റ് വരുന്നത്. പിന്നെ മുളകൊക്കെ വാരി നമ്മളൊരു കൊട്ടയിലേക്ക് എടുത്തിട്ടിട്ടുണ്ട്, കണ്ടോ ആ മുറത്തിൽ, അതാണ് കാണുന്നത്. അത് മുളകിൻ്റെ വിത്തുണ്ടല്ലോ അതും പിന്നെ അതിൻ്റെ കുറച്ച് ഇലകൾ തണ്ട് അതൊക്കെയാണ് കേട്ടോ വരുന്നത്. പിന്നെ 2-3 കല്ല് അങ്ങനെ എന്തോ ഉണ്ട്, അത്രയേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നുമില്ല. അത് നമുക്ക് ചേറിയിട്ട് ആ വിത്ത് നമുക്ക് മുളക് പൊടിക്കുന്നതിലേക്ക് എടുക്കാം. പിന്നെ മുളകിൻ്റെ തണ്ടും കാര്യങ്ങളൊക്കെ തന്നെയാണ്, വേറെ അങ്ങനത്തെ അഴുക്കോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇത് നമ്മൾ സാധാരണ കടകളിൽ നിന്നും വാങ്ങുമ്പോഴും സെയിം ഇതുപോലെയൊക്കെ തന്നെയാണ് കിട്ടാറ്. കണ്ടില്ലേ, ഇതാണ് അതിൽ നിന്നും കിട്ടിയത്. ആ കാണുന്നത് അതിൻ്റെ മുളകിൻ്റെ തന്നെ ഇലയും തണ്ടുമാണ് കേട്ടോ, വേറെ ഒന്നല്ല. നമുക്ക് വീഡിയോയിൽ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല. ഇനി നമുക്കിതൊന്ന് കഴുകി നോക്കാം. കഴുകി നോക്കുമ്പം ചില മുളകൊക്കെ കഴുകുന്ന സമയത്ത് നല്ല ഡാർക്ക് കളറായിട്ടാണ് കിട്ടുക, ചളിവെള്ളം പോലെ. പക്ഷേ ഇത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. കണ്ടില്ലേ, നല്ല കളറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി അടുത്തത് മല്ലിയാണ് കേട്ടോ. മല്ലി ഈ പ്രാവശ്യം 500 കിട്ടിയത്. അതും കൂടി ഒന്ന് പൊട്ടിച്ച് നോക്കാം കേട്ടോ. മല്ലി കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് കിട്ടിയത് ചെറിയ മല്ലിയായിരുന്നു. ഈ പ്രാവശ്യം കുറച്ച് വലിപ്പമുള്ള മല്ലിയാണ്. അതുപോലെ തന്നെ നല്ല കളറും ഉണ്ട് കേട്ടോ. മല്ലിയിൽ ഒന്നും തന്നെ ഇല്ല, കണ്ടില്ലേ, ഒരു സാധനമില്ല കേട്ടോ. വാങ്ങാത്തവരൊക്കെ ഒന്ന് വാങ്ങി ഉപയോഗിച്ച് നോക്കുക കേട്ടോ. അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഞാൻ ഒരുപാട് നാളായിട്ട് സ്ഥിരം മാവേലി സ്റ്റോറിൽ നിന്ന് തന്നെയാണ് വാങ്ങുന്നത്. ഇതുവരെ അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല കേട്ടോ. നല്ല സാധനങ്ങൾ തന്നെയാണ്. സപ്ലൈകോയിൽ നിന്നും സാധനങ്ങൾ ഇതുപോലെ സ്ഥിരമായിട്ട് വാങ്ങുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ അനുഭവങ്ങളും ഒന്ന് കമൻറ്റിൽ പറയുക കേട്ടോ.